ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നോക്കി നമ്മൾ വീട്ടിലിരുന്ന് നല്ലിട്ട് സ്വാഗതം പറയണത്. അതെ, കാറിലാണ്, അത് രാത്രിയാണ്. എവിടെ പോയാണ്? ചേച്ചിയുടെ വീട് വരെ പോയാണ്. എന്താണ് പരിപാടി? ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ് ചേച്ചിക്കുന്നത്. കാരണം ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ ടു യു ആഘോഷിക്കാൻ പോയാണ്. അതെ, തക്കു അറിഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോ ലേറ്റ് ആയിട്ടാ പോണതല്ലേ. അതെ, ബർത്ത്ഡേ തീരാനായി. അതെ, തീരാനായി. ഇനി ഏതായാലും ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബർത്ത്ഡേ കഴിയും. അതെ, അപ്പൊ തക്കുന് സർപ്രൈസ് തക്കുവിന് സർപ്രൈസ് സുധു ഒക്കെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കൊടുക്കണം. ഞങ്ങള് ചെല്ലാൻ വേണ്ടി ഞങ്ങൾ കാണികൾ സുധുവിന്റെ സർപ്രൈസ് വണ്ടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതിലിരിക്കണം. അവിടെ ചെന്നാലേ സർപ്രൈസ് നടക്കുള്ളൂ. സർപ്രൈസ് ഒന്നുമില്ല. അതെ, ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ടല്ലാണ്. അതെ, അപ്പൊ ഇവിടെ ആളോട് ഇരിക്കുന്നുണ്ട്. പോയി ചേട്ടാ ഞാനിടെ ബർത്ത്ഡേക്ക് പോയാണ് നമ്മൾ. ചേട്ടോയ് അവിടെ കുഴിമന്തി കണ്ടിട്ടേ അതിലവിടേക്കാണ് നോക്കിയിരിക്കുന്നത്. ചേട്ടാ ചേട്ടോയ് നീ വെട്ടല്ല വെട്ടോണ് വേണ്ട. നിങ്ങടെ നോക്കല്ലോ, ഇല്ല മൈൻഡൊന്നും ഇല്ലെന്ന്. എന്താണ് അപ്പൊ നമുക്കപ്പ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ ഇപ്പൊ അളിയൻ എവിടെയോ പോയിട്ട് റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ആ കേക്കൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഫുഡ് കഴിച്ച് കിടക്കാനുള്ള രീതിക്ക് ഇപ്പൊ അതെ 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 ഇപ്പൊ അവിടെ ചെന്ന് ബാക്കി വിഷയം. അതെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. ബാ, പോയിട്ട് വരാം. അപ്പൊ നമുക്ക് ഒരാളോടെ വെയിറ്റ് ചെയ്ത് കണ്ട അവിടുത്തെ കാറ് തന്നെ. ബാക്കി നമുക്ക് എല്ലാം അങ്ങാടേക്ക് ഇടാം. അപ്പൊ നോക്കി ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട് സർക്കെന്താ അവിടെ ഉണ്ട്. പോവാണ് നമുക്ക്. ഞാനിവിടെ കേക്ക് മുറിക്കാൻ പോവാ. കേക്ക് മുറിക്കാൻ പോവാ. അതെ അതെ, കേക്കൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കേറുന്നുണ്ട്. കേക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് കയറുന്നു. അവിടെ സുധു അകത്തിരിക്കുന്ന സുധുവിന്റെ ഗിഫ്റ്റ് ഇതിന്റെ അകത്തുണ്ട്. ഇത് പാലിന്റെ അതിന്റെ ഉള്ളിൽ വേറെ കവറുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതെ, അവിടെ വേറെ ആരുമില്ലല്ലോ. അപ്പൊ ചേച്ചി പിന്നെ ഇറങ്ങിപ്പോ വരുമ്പോ എന്താന്ന് ഓർക്കുമല്ലോ. ചേട്ടൻ പിന്നെ പുറത്തേക്ക് അയക്കിയിരുന്നു. അതെ, അപ്പൊ നമുക്ക് നേരെ പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് അവസ്ഥ നോക്കാം. ചെറിയൊരു കേക്ക് മുറിയുടെ സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാരോട് വല്ല പ്രതീക്ഷ എന്തെങ്കിലും പ്രതീക്ഷ കൊടുത്തിട്ടില്ല. ഞാൻ കാലത്ത് വിഷു പറഞ്ഞില്ലെന്നും പറഞ്ഞു വിളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഞാനും പറഞ്ഞോണ്ട് രാവിലെ തിരക്കായിരുന്നു. വന്നപ്പോ ഒരു വലിയ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്ത് അത് നോക്കി. അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ കൊടുത്ത് വന്നപ്പോ തന്നെ കൊടുത്തു. അപ്പൊ അതിലൊതുങ്ങി കിടക്കണം. പിന്നിപ്പോ ഞാനിപ്പോ അങ്ങോട്ട് പോയ കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വേറെ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോയേക്കായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും പിന്നെ അമ്മക്ക് ഇപ്പൊ പ്രാക്ടീസും കളിയൊക്കെ ചെയ്ത് കാരണം അങ്ങനെ ഈ നേരത്തിന് വരുമോന്ന് പ്രതീക്ഷിക്കണ്ടാവില്ല. അപ്പൊ അവളെന്തെങ്കിലും പ്രതീക്ഷിക്കണ്ടാവും. അതെ, അപ്പൊ നമ്മൾ ഇപ്പൊ നടന്ന് ഒച്ചയെടുത്ത് പോകണം. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടാ. വനവനാന്തരങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കണ്ട. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയി, ഇത് പിന്നെയും ഇങ്ങനെ പോകും. വീതുവരെ സൈലന്റ് ആയിട്ടിരിക്കണം.
ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ വേറെ ആരും തുറക്കുന്നുണ്ടോ? ഞാൻ തന്നെ തുറക്കുന്നു. ഞാൻ തന്നെ ആദ്യം വിഷ് ചെയ്താ മതി. താങ്ക് യു. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോവാം അല്ലേ? അപ്പൊ നോക്കി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട. കേക്കൊക്കെ സുതപ്പൻ വൈകിട്ട് പോയി എല്ലാം സെറ്റ് ആക്കിണ്ടായിരുന്നു അല്ലേ? സെറ്റ് ചെയ്തെല്ലാം പോയി. അതെ. പിന്നെ ഇതിലൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ പറയാനല്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കട്ടെ. ആ ചേട്ടൻ ചെറിയൊരു കലാവിരുത് കാട്ടിയിട്ടുണ്ട്. അതെ. അതപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഞാനിപ്പോ സുധുനോട് പറഞ്ഞത് മാമനൊന്നും വിളിച്ചില്ല. ഞാൻ സത്യാവസ്ഥ പറയട്ടെ, രാവിലെ മുതലേ ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്ന ആരും ഇട്ടിട്ടില്ലാതെ ഫോൺ എടുക്കാൻ ഫോൺ എടുത്താൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് എല്ലാവരും നിർത്തി പിടിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാനല്ല നീ എന്തിനാ സ്റ്റാറ്റസ് ചെന്ന ചീത്ത പറഞ്ഞു. ഞാൻ രാവിലെ വിളിച്ച് ബർത്ത്ഡേ ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ല. ഇത് 4-5 ദിവസമായി ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരായിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും ഇട്ട് വെച്ചിട്ടുണ്ട്. പൊണ്ടാക്കി എന്നൊക്കെ കുറെ ഇട്ട് വെച്ചിരിക്കുന്നത്. അവസ്ഥ നോക്കണോട്ടെ. രാവിലെ തുടങ്ങിയില്ലേ, 6 മണിക്ക് തുടങ്ങി. ശ്രുതി വിളിച്ചൊരു 6:30 ആയപ്പോ അതിന് ചേച്ചി വന്നേക്കണേട്ടാ, എടിയേ ഒരു സ്റ്റാറ്റസ് ഇട്ട് തരുമോ നിന്റെ ബർത്ത്ഡേ, നിനക്ക് ഈ ഫോട്ടോയിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചത്. അത് കഴിഞ്ഞ് എന്റെ ഓഫീസിലെ സാറ് വിളിച്ചേക്കണം. അങ്ങനെ ഒരു വിളിച്ചിട്ടില്ലേ ഫോട്ടോ ചോദിക്കണ ഓരോ ഫോട്ടോ. പിന്നെ വൈകിട്ടുള്ള നീട്ടത് ഓരോരുത്തരുടെ കലണ്ടറിൽ റൗണ്ട് ചെയ്ത് വെച്ചേക്കണ എന്നോടാ. എന്നിട്ട് സുനിച്ചേട്ടൻ വന്നപ്പനോട് നീ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് അതെന്തോ ഇഷ്ടപ്പെട്ടു, ഇതൊന്നും എനിക്ക് ഇട്ടരോടി എന്ന് വെച്ച്. അതേ ചേട്ടൻ ഓർമ്മ സമയത്ത് ഓർത്ത് ഞാൻ കൊണ്ടാട്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ചേട്ടൻ. പക്ഷെ എനിക്ക് വന്നപ്പോ രാവിലെ പറഞ്ഞില്ലെങ്കിലും വന്നപ്പോ തന്നെ എനിക്ക് ഡയറി മിൽക്കൊക്കെ എന്നിട്ട് സുഖപ്പൻ ഇപ്പൊ വന്നിട്ട് മിഠായി കഴിക്കാമേ. ഞാൻ അച്ഛ വന്നില്ല കഴിക്കാം. പിന്നെ അതല്ല വേറെ രസം, അത് എനിക്കൊരു ജാർ കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് സുഖു. ജാർ കേക്ക് മേടിച്ചിട്ടുണ്ടെന്നിട്ട് പൈസ ഇല്ലാത്തോണ്ട് കേക്ക് മുറിക്കണില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോർട്സ് ഇടാൻ നേരത്തെ ഞാൻ ചിരിച്ചില്ലിടാട്ടാ. അതെ. അപ്പൊ നമുക്ക് നേരെ നമുക്ക് കേക്കൂരിൽ കിടന്നാലേ. അതെ. പിന്നെ കേക്ക് കേക്ക് കാണുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം എന്താണ് ഒരു വ്യത്യാസം നടത്തിയിട്ട് ആരാണ് ഓക്കെ. ഇതിപ്പോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് അടിക്കല്ലേ? അതങ്ങനെയുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ചെറുക്കനും അപ്പൊ അമ്മയൊക്കെ അമ്മ ഉറങ്ങിയ അമ്മ ഉറങ്ങിയ എനിക്ക് വാ. വാ. അമ്മ അറിയില്ലല്ലോണ്ടത്. ഓക്കെ. എന്നാ വാ, എനിക്ക് വാ. ഇവിടെ തക്കുവിന്റെ വീട്ടിൽ വന്നു പോയി. തക്കു ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്റെ മുടിന്റെ കാര്യം. ഇനി ശ്രദ്ധിച്ചിട്ട് പറയാത്തൂടാ. നീ എന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് വേറെ തോന്നല്ലേ? മുടി വെട്ടിയാ എന്റെ അനിയനെ കാണിപ്പോ ലുക്കായി സൂപ്പറായി. ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. ബാക്കിൽ വാലുണ്ടായിരിക്കും. നമ്മളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ബർത്ത്ഡേ അല്ലേ, സോറി. ഓണൊക്കെ അല്ലേ, ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതെ. അപ്പൊ നമുക്ക് കേക്ക് മുറിയിലേക്ക് കിടക്കാം. ശരി. നോക്കിയത് ഇങ്ങനെ അട്ടിയിട്ടടുത്ത് എത്തിയിട്ടാ കേക്ക് മുറി തുടങ്ങാൻ കൂടെയാണ്. അപ്പതേ നമ്മതെ സെക്കൻഡ് ഒച്ചപ്പാട് തുടങ്ങി. സാധാരണ നമ്മള് എപ്പോഴും അവിടെ വെച്ചാണല്ലോ കേക്ക് ഒക്കെ മുറിക്കാറ്. ഇപ്പൊ വീടിന്റെ ഇത് പണി കഴിഞ്ഞായിരുന്നു ഇവിടെ വെച്ചാൽ സ്ഥലം മാറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, അപ്പോൾ ഇങ്ങനെ കേക്ക് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കണ്ട. കേക്ക് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കനോടുക്കും ആയി. ഓക്കെ, എല്ലാവർക്കും കേക്ക് മുറിച്ചു കൊടുക്കട്ടെ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേരൊന്നുമില്ല കേട്ടാ. വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തതായിട്ട് ഒരു അടുത്ത ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഒന്നുമില്ല പിന്നെ നീ അത് പാരന്ററിയുടെ അതല്ല കേട്ടോ, അത് കവറ് മാത്രമേ ഉള്ളു. സുധപ്പിന്റെ വക ഡ്രസ്സാണ്. അതെ, അടിയൊക്കെയാണ് കണ്ടത്. അതെ. ആ അതെ. അതെ. സംഭവം എന്ന് വെച്ചാൽ കൊച്ചു ബർത്ത്ഡേ അങ്ങനെ കേക്ക് മുറിയോടുകൂടി. അതെ, അപ്പൊ നമുക്കിനി അതിനപ്പൊ നമുക്കിത് കേക്ക് മുറിയൊക്കെ കണ്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് എന്റെ പ്രിൻസ്. അതെ, അപ്പൊ നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.